Okay, the second next topic is underwriters. Now we are looking into the intermediaries that are present in the primary market. So first we have already looked into one type of intermediary. So the second one is in underwriters. The first one was merchant bankers. It is dealt in detail. Now next is underwriter. These are also important intermediary of a primary market. Now with regard to merchant bankers, we have seen the functioning, etc. Next is underwriters, and many more are there as intermediaries. So this is the last but one topic of this chapter. After this, we have what are the reasons for the slow growth of the primary market. Okay, so what is the causes and poor performance that usually comes for essay type questions. So I've already said about it in the first chapter. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ശരി, ഈ പുവർ പെർഫോമൻസ് അടുത്ത സ്ലൈഡിൽ കാണും. അതോടെ ഈ ചാപ്റ്റർ തീരും. അപ്പോൾ ആദ്യത്തെ ഇൻ്റർമീഡിയറീസ് പ്രൈമറി മാർക്കറ്റിൽ ഏതെല്ലാമാണ് ചോദിക്കുക. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്. മെർച്ചൻറ്റ് ബാങ്കേഴ്സ്, പിന്നെ വരുന്നത് അണ്ടർ റൈറ്റേഴ്സ്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, ബാങ്കേഴ്സ് ടു എൻ ഇഷ്യൂ, ബ്രോക്കേഴ്സ് ടു എൻ ഇഷ്യൂ, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അതിലത്തെ രണ്ടാമത്തെയാണ് അണ്ടർ റൈറ്റേഴ്സ്. അണ്ടർ റൈറ്റർ എന്താണ്? ആൻ അണ്ടർ റൈറ്റർ ഇസ് എനി പാർട്ടി ദാറ്റ് ഇവാലുവേറ്റ്സ് ആൻഡ് അസ്യൂംസ് അനദർ പാർട്ടീസ് റിസ്ക് ഫോർ എ ഫീ. മറ്റുള്ളവരുടെ റിസ്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഈ അണ്ടർ റൈറ്റേഴ്സിന് സാധിക്കും. അതിനൊരു ഫീ കൊടുക്കും. ദ ഫീ പെയ്ഡ് ടു എൻ അണ്ടർ റൈറ്റർ ഓഫൺ ടേക്സ് ദ ഫോം ഓഫ് എ കമ്മീഷൻ, പ്രീമിയം, സ്പ്രെഡ് ഓർ ഇൻട്രസ്റ്റ്. അതൊരു ഫോം ഓഫ് കമ്മീഷൻ ആവാം, പ്രീമിയം ആവാം, സ്പ്രെഡ് ആവാം. സ്പ്രെഡ് വെച്ചാൽ എൻറ്റയർ ടൈം പീരീഡിൽ അത് കൊടുക്കണം, ഇൻട്രസ്റ്റ് ആവാം. ഇതെല്ലാം അതിനെ വിളിക്കാനുള്ള പേരാണ് കമ്മീഷൻ, പ്രീമിയം, സ്പ്രെഡ്. അപ്പോൾ അവരൊരു റിസ്ക് എത്രയാണ് ഈ ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് വരുന്നത് അത് തീരുമാനിക്കുന്ന ഒരു ആൾക്കാരാണ് അണ്ടർ റൈറ്റേഴ്സ്. അണ്ടർ റൈറ്റേഴ്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ മെനി ഇൻഡസ്ട്രീസ് ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഇൻക്ലൂഡിംഗ് ദ മോർഗേജ് ഇൻഡസ്ട്രി, ഇൻഷുറൻസ് കമ്പനി, ഇക്വിറ്റി മാർക്കറ്റ്സ്. ഇതിലെല്ലാം അവർ ഇമ്പോർട്ടൻ്റ് ആണ്. മോർഗേജ് ഇൻഡസ്ട്രി പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ കടം വെക്കാൻ അല്ലെങ്കിൽ ഒരു ഗോൾഡ് വെച്ചിട്ട് പൈസ കൊടുക്കണം, അങ്ങനത്തെ ഇൻഡസ്ട്രി, അതായത് സെക്യൂരിറ്റി കൊടുത്തിട്ട് ഉള്ള ഇൻഡസ്ട്രി, അങ്ങനത്തെ ഇൻഡസ്ട്രി, ഇൻഷുറൻസ്, ഇക്വിറ്റി മാർക്കറ്റ്സ്, ഇതിലൊക്കെ അണ്ടർ റൈറ്റേഴ്സ് വെരി ഇമ്പോർട്ടൻറ്റ് റോളാണ്. And an individual in the position of lead underwriter is sometimes called as book runner. അപ്പോൾ അവരെ വിളിക്കുന്ന വേറൊരു പേരാണ് ബുക്ക് റണ്ണർ. ഹി ഈസ് ദ ലീഡിങ് പേഴ്സൺ. സോ ദ പേഴ്സൺ ഹു ഡിസൈഡ്സ് ഓൺ ദ amount of risk of a particular investment for an investor is called as underwriter. The term underwriter first emerged in early days of marine insurance. Marine insurance-ന്റെ മുന്നേ ഉള്ള ഒരു സമയത്താണ് അണ്ടർ റൈറ്ററിൻ്റെ ഒരു പേര് മുന്നേ വന്നത്. ആൻഡ് അണ്ടർ റൈറ്റേഴ്സ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു സെയിൽസ് ടൈപ്പ് ആക്ടിവിറ്റീസ്. സെയിൽസിനും അത് ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, അതിലും നമ്മൾ കണ്ടിട്ടുണ്ട് അണ്ടർ റൈറ്ററിൻ്റെ റോൾ. ആൻഡ് ഹി മേ വാട്ട് ഡസ് ഹി ഡു ഇസ്, മൊത്തത്തിൽ അവർ പർച്ചേസ് ചെയ്യും. might purchase the entire IPO and sell it to investors. An IPO is a process whereby a company that was previously privately owned selling shares of a previously private company on a public stock exchange. പബ്ലിക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോകുമ്പോഴാണ് ഒരു കമ്പനീനെ നമ്മൾ ഇനീഷ്യൽ അതിനെ ആ ഒരു ടേമിനെയാണ് നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അണ്ടർ റൈറ്റേഴ്സിൻ്റെ റോൾ മെയിനായിട്ട് റിസ്ക് തീരുമാനിക്കുന്നത്, അതിനൊരു ഫീ കൊടുക്കും. അതേപോലെ ഇവരെ വേറെ പേരാണ് ബുക്ക് റണ്ണേഴ്സ്. പിന്നെ ഇവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് വേറൊരു കാര്യത്തിനുണ്ട്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിനും ഹെൽപ്പ് ചെയ്യും. ഇനി എന്താണ് അവരുടെ റൂൾസ്, എന്ത് പ്രകാരമാണ്? ദേ ഹാവ് ടു register under the SEBI as per the rules of 1993. And apart from all these, registered merchant bankers 1, 2 and 3 stockbrokers, മ്യൂച്വൽ ഫണ്ട് എക്സെട്ര, ദീസ് ഓൾ ഇതെല്ലാമാണ് അവരുടെ റൂൾസ്. പിന്നെ 1996-97 ഈ റൂൾസ് അമെൻഡ് ചെയ്തിരുന്നു. 93 റൂൾസ് അമെൻഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ്? എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഒരു മെർച്ചൻറ്റ് ബാങ്കർ ആണെങ്കിൽ അവരെന്തൊക്കെയാണ് വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് പ്രൊവൈഡ് കമ്മിറ്റ്മെൻറ്റ് ടു ടേക്ക് അപ്പ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റി ഇൻ ദ ഫെയിലിയർ ഓഫ് ഫുൾ സബ്സ്ക്രിപ്ഷൻ. ഇഫ് ദ ഷെയർസ് വിച്ച് ആർ ഇഷ്യൂഡ് ആർ നോട്ട് ഫുള്ളി സബ്സ്ക്രൈബ്ഡ്, ഇറ്റ് ഈസ് ദ റോൾ ഓഫ് ദ അണ്ടർ റൈറ്റേഴ്സ് to provide commitment. They give the guarantee for the share that it will be sold fully. അതാണ് മേജർ റോള് ഒരു അണ്ടർ റൈറ്ററിൻ്റെ. പിന്നെ കോമ്പൻസേറ്റഡ് ഫോർ സർവീസസ് ബൈ പേയ്മെൻറ്റ്. സോ ആസ് വി ഓൾറെഡി ടോൾഡ്, ദർ ഇസ് എ ഫീസ് ഫോർ ദീസ് services which they are doing. അതിനെയാണ് പറയുന്നത് കോമ്പൻസേറ്റഡ് ഫോർ സർവീസസ് ബൈ പേയ്മെൻറ്റ്. It's mandatory after 1995. Now this fees which has come into play has come only after 1995, and it's an important element in after 1995. So merchant bankers, like merchant bankers, underwriters are also important in the primary market. Underwriters
find out the risk, and also they are given a payment for this risk calculation of these risks. Now, appointed after consultation by issuing company and lead managers. Now, who is appointed? Underwriters. Which underwriters are we employing will depend on the consultation by issuing company and lead managers. അവർ തമ്മിൽ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് ഒരു അണ്ടർറൈറ്ററിന് ഒരു ഫേമിനെ നമ്മൾ അണ്ടർറൈറ്ററിൽ നിന്ന് ഒരു അപ്പോയിൻമെൻറ്റ് കൊടുക്കണത്. ഓക്കെ, സോ ഷുഡ് ബി മെൻഷൻഡ് ഇൻ ദ പ്രോസ്പെക്ടസ്. നേരത്തെ പറഞ്ഞു എല്ലാ കമ്പനീസും ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിൽ പ്രോസ്പെക്ടസ് മെത്തേഡോ അല്ലെങ്കിൽ ഏതെങ്കിലും മെത്തേഡിൽ പോകുമ്പോൾ ദേ ഷുഡ് ഹാവ് എ പ്രോസ്പെക്ടസ്. They should give their guidelines, what type of company, etc. In that, they should mention who is the underwriter. An underwriter has to abide by the code of conduct and dignity to be maintained in an ethical manner. That means he shouldn't do any sort of scams, or he shouldn't do anything which is illegal, and he should be under the code of conduct. Code of conduct means these are the rules for being of good conduct. That is, he shouldn't do illegal activities. That is what is called as code of conduct. Then no indirect or direct benefit cannot be received by other than commission. So they should not receive any other money other than the fees paid to them. Then after that, the SEBI undertakes the inspection of the book of accounts. So after the SEBI also takes into account, it looks whether the rules and regulations have been followed. So till now, what are the features is that they are paid for the risk calculation, and they have a commitment to sell all the shares that are subscribed by the company, and the fee payment is mainly done under the April 1995 Act. According to that, and any underwriter is appointed after the consultation of the company and the lead managers, and it should be mentioned in the prospectus. So and even SEBI has to look into whether the rules and regulations are followed, and also they shouldn't receive any other commission other than the fees that are paid to them. Next is how is the underwriter to be registered under the SEBI? So what are the necessary things that they require? They require necessary infrastructure facilities, past experience, then capital adequacy. Capital is sufficient ആവണം, almost not less than net worth of rupees 20 lakh. 20 lakhന് താഴെ ഉള്ള ഒരു കമ്പനിയും അണ്ടർറൈറ്റർ ആവാൻ പറ്റില്ല. ഇതെല്ലാം സെബിയുടെ റെഗുലേഷൻസ് ആണ്. ദേ ഷുഡ് ഹാവ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. പിന്നെ അവർ രജിസ്റ്റർ ചെയ്യണം സെബീൻ്റെ അണ്ടറിൽ. പിന്നെ 20 lakh നെറ്റ് വർത്ത് ഇല്ലാത്ത കമ്പനി ഒരാൾക്കും അണ്ടർറൈറ്റർ ആവാൻ പറ്റില്ല. ആൻഡ് സിൻസ് 1999 രജിസ്ട്രേഷൻ ഫീസ് ഹാസ് ബീൻ ഇൻക്രീസ് ടു 5 lakhs. രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ, അത് 5 lakhs ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗുഡ് അണ്ടർറൈറ്റർ എന്തൊക്കെയാണ്? ഗുഡ് അണ്ടർറൈറ്ററിൻ്റെ ക്വാളിറ്റീസ്: ദേ ഷുഡ് ഹാവ് എക്സ്പീരിയൻസ് ഇൻ പ്രൈമറി മാർക്കറ്റ്, പാസ്റ്റ് പെർഫോമൻസ് നല്ലതാവണം, ഔട്ട്സ്റ്റാൻഡിങ് കമ്മിറ്റ്മെൻറ്റ് പറഞ്ഞു നേരത്തെ. എന്താണ് കമ്മിറ്റ്മെൻറ്റ്? ദേ ഷുഡ് ബി ഏബിൾ ടു സെൽ ദ എൻറ്റയർ ഷെയർസ്. ഇപ്പം നല്ലൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവണം. ദെൻ ഇസ് നെറ്റ്വർക്ക് ഓഫ് ഇൻവെസ്റ്റർ ക്ലയൻറ്റലൈൻ, ദാറ്റ് മീൻസ് നല്ലൊരു ഇൻവെസ്റ്റർ ബേസ് ഉണ്ടാവണം, ആൻഡ് ഓവറോൾ റെപ്യൂട്ടേഷൻ. ഇതെല്ലാം ഗുഡ് ഫീച്ചേഴ്സാണ് ഒരു നല്ലൊരു അണ്ടർ റൈറ്ററിന്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇൻ്റർമീഡിയറി ആണ് പ്രൈമറി മാർക്കറ്റിൽ. What are the features? What is an underwriter? What are the features and the registration? Next, second intermediary is the bankers to an issue. Second means third. First one merchant bankers ആയിരുന്നു, second underwriters, third is bankers to an issue. The bankers to an issue are engaged in activities such as acceptance of application along with application money for the investors in respect of issue of capital and refund of application. So mainly bankers to an issue ന്റെ main activity acceptance of applications ആണ്. ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്ററിന് ഇൻവെസ്റ്റ് ചെയ്യണം, അപ്പോൾ അവർ ആപ്ലിക്കേഷൻ കൊടുക്കണം, ഈ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, ആക്സെപ്റ്റ് ചെയ്യണത് ബാങ്കേഴ്സ് ടു ആൻ ഇഷ്യൂ ആണ്. ആൻഡ് ഓൾസോ മണി ഫോർ ദ ആപ്ലിക്കേഷൻ, എത്രയാണ് മണി അതും ഇവരാണ് റിസീവ് ചെയ്യണത് ഫ്രം ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ. എനി ക്യാപിറ്റൽ ദാറ്റ് ഇസ് ടു ബി ഇഷ്യൂഡ് ഇസ് ടു ബി ഗിവൺ ആൻ ആപ്ലിക്കേഷൻ ആൻഡ് ദാറ്റ് ഇസ് റിസീവ്ഡ് ബൈ ആൻ ബാങ്കേഴ്സ് ടു ആൻ ഇഷ്യൂ. ഓക്കെ, ആൻഡ് ഇഫ് എനി റീഫണ്ട് ഓഫ് ആപ്ലിക്കേഷൻ മണി, പൈസ തിരിച്ചു കൊടുക്കണമെങ്കിലും ഇവരാണ് അത് ഡീൽ ചെയ്യണത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ രജിസ്ട്രേഷൻ നോംസ് ഫോർ എൻ ബാങ്കേഴ്സ് ടു എൻ ഇഷ്യൂ? അത് സെബീൻ്റെ അണ്ടർ റെഗുലേറ്റ് അതിൻ്റെ അടിയിൽ രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഇറ്റ് ഷുഡ് ലൈക്ക്
underwriters, they should have necessary information in infrastructure, data processing facilities, manpower, etc. അപ്പോൾ ഇതെല്ലാം ഉള്ള ആൾക്കേ രജിസ്റ്റർ ബാങ്കേഴ്സ് ടു ആൻ ഇഷ്യൂ ആവാൻ പറ്റുള്ളൂ. പിന്നെ ദ ആപ്ലിക്കൻറ്റ് ഓർ എനി ഓഫ് ദ ഡയറക്ടേഴ്സ് ഓഫ് ദ ആപ്ലിക്കൻറ്റ് ഇസ് നോട്ട് ഇൻവോൾവ് ഇൻ എനി ലിറ്റിഗേഷൻ പറഞ്ഞാൽ എനി ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ അവർ ഇൻവോൾവ് ആവാൻ പാടില്ല. പിന്നെ അവരൊരു ഷെഡ്യൂൾഡ് ബാങ്ക് ആവണം. അതേപോലെ ഗ്രാൻറ്റ് ഓഫ് എ സർട്ടിഫിക്കറ്റ് ഇസ് ഇൻ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ്. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടേ പാടുള്ളൂ. ആൻഡ് banker to an issue can apply for renewal of his registration 3 months before the expiry of the certificate. ഇവരും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം. ബാങ്കേഴ്സ് ടു ആൻ ഇഷ്യൂ പറഞ്ഞാൽ അവരും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് 3 months ബിഫോർ അവർക്ക് റിന്യൂ ചെയ്യണം, ബിഫോർ ദ എക്സ്പയറി ഓഫ് ദ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതെല്ലാമാണ് ബാങ്കേഴ്സ് ടു ആൻ ഇഷ്യൂ ഫോളോ ചെയ്യണ ചില നോംസ് അക്കോർഡിംഗ് ടു സെബി. ഇപ്പോൾ ഇതല്ലാതെ ഓർഗനൈസേഷണൽ പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ബാങ്കേഴ്സ് ടു ആൻ ഇഷ്യൂൻ്റെ ബാങ്കേഴ്സ് ടു ആൻ ഇഷ്യൂ ആർ എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് അക്സെപ്റ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻ അലോങ് വിത്ത് ആപ്ലിക്കേഷൻ മണി ഫ്രം ദ ഇൻവെസ്റ്റർ ഇൻ റെസ്പെക്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് റീഫണ്ട് ഓഫ് ആപ്ലിക്കേഷൻ മണി. So registration fee application rupees 25,000, rupees 10 lakh as registration fee and 5 lakh as renewal fee. അപ്പോൾ ഇതാണ് ഫീസ്. ഒരു ബാങ്കേഴ്സ് ടു ആൻ ഇഷ്യൂ ആവണമെങ്കിൽ ഇതൊക്കെ ഫീസ് അവർ അടയ്ക്കണം. നോൺ പേയ്മെൻറ്റ് ഓഫ് ദ ഫീ ഷാൽ ലീഡ് ടു ദ സസ്പെൻഷൻ. ഇഫ് ദേ ഡു നോട്ട് പേ ഇറ്റ് ഓൺ ടൈം ദേ വിൽ ബി സസ്പെൻഡഡ്. And general obligations, they should furnish information to SEBI. ബുക്സ് ഓഫ് അക്കൗണ്ട് വേണം, അഗ്രീമെൻറ്റ് വിത്ത് ഇഷ്യൂയിങ് കമ്പനീസ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട്. ഓൾമോസ്റ്റ് ലൈക്ക് അണ്ടർ റൈറ്റേഴ്സ് സെബിയുടെ നോംസ് ഫോളോ ചെയ്യണം, ഗുഡ് കോഡ് ഓഫ് കണ്ടക്ട് വേണം, ആൻഡ് ദേ ഷുഡ് ബി ഇൻ അഗ്രീമെൻറ്റ് വിത്ത് ദ ഇഷ്യൂയിങ് കമ്പനീസ്. സോ ദിസ് വാസ് ദ തേർഡ് intermediary. And what are the functions of this bankers to an issue is approval for the issue from SEBI, arranging for underwriting of the proposed issue, preparation of draft and finalization, making a choice regarding registrar to an issue. Registrar to an issue another intermediary ആണ്. അവരെ അപ്പോയിൻറ്റ് ചെയ്യാൻ ഇവർക്കൊരു ചോയ്സ് ഉണ്ട്. they can choose who they can appoint as registrar to an issue. Then they can arrange press conference. They can print and they can do the printing, coordination of the printing facilities, and also complying with SEBI guidelines. So these are the functions of bankers to an issue. Next is registrar to an issue. This is the fourth type of intermediary. All these, if you look into all these intermediaries, one thing is common, that they should have a good code of conduct. They should be according to the norms of the SEBI. So these two things are common in everything. So the fourth one is registrar to an issue. Definition: the registrar to an issue is an intermediary in the primary market which carries on activities such as collecting applications from investors, keeping a proper record of application, money received for the investors or paid to the sellers, and assisting companies in determining the basis of allotment of securities in consultation with the stock exchanges, finalizing the allotment of securities, and processing and dispatching allotment letters, refund orders, certificates, MAT accounts, and other related documents in respect to issue of capital. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞ മെർച്ചൻറ്റ് ബാങ്കേഴ്സ്, രണ്ട് അണ്ടർ റൈറ്റർ ഗ്യാരണ്ടി കൊടുക്കുന്ന ആളാണ്. തേർഡ് വൺ ബാങ്കേഴ്സ് ടു എൻ ഇഷ്യൂ ആയിരുന്നു. ബാങ്കേഴ്സ് ടു എൻ ഇഷ്യൂ മെയിൻലി ആപ്ലിക്കേഷൻ ഫോം റിസീവ് ചെയ്യുക, അത് റീഫണ്ട് ചെയ്യുക, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളായിരുന്നു. രജിസ്ട്രാർ ടു എൻ ഇഷ്യൂ, അപ്പാർട്ട് ഫ്രം ആപ്ലിക്കേഷൻ acceptance and collection of fees, they also do another additional services such as determining the basis of allotment of securities, on which basis the securities are allotted, in consultation with stock exchange in the consultation വെച്ചിട്ട് ഏതാണ് സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കേണ്ടത് അത് ഫൈനലൈസ് ചെയ്യുന്നതും, എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത് അത് ഫൈനലൈസ് ചെയ്യണതും, പിന്നെ ഹൗ ടു ഡെസ്പാച്ച് ഇറ്റ്, വാട്ട് റീഫണ്ട് ഓർഡേഴ്സ് കൊടുക്കണം, എന്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം, എപ്പോഴാണ് കൊടുക്കേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കുന്നത് രജിസ്ട്രാർ ടു ആൻ ഇഷ്യൂ ആണ്. അവരുടെ എന്താണ് അവർക്ക് രജിസ്ട്രേഷൻ, സെബിനോട് ഉള്ള രജിസ്ട്രേഷൻ കമ്പൽസറി ആവണം. പിന്നെ ദേ ആർ ഡിവൈഡ് ഇൻ ടു 2. Category 1, to carry out the activities as registrar to an issue. Registrar to an issueൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാനും and share transfer agent. Second is category is to carry out the activity either as registrar or share transfer agent. അപ്പോൾ രണ്ടും ഏതെങ്കിലും ഒന്നും ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് മാത്രം അവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഇത് രജിസ്ട്രാർ ടു ആൻ ഇഷ്യൂ ആണ്. ആപ്ലിക്കേഷൻ മാത്രം കളക്ട് ചെയ്യാല്ല, പക്ഷേ
സോ നമ്മൾ പറഞ്ഞ പോലെ രജിസ്റ്റർ ടു എൻ ഇഷ്യൂവിന് 2 categories ഉണ്ട്, 1 and 2. ആൻഡ് അണ്ടർ റൈറ്റേഴ്സിൻ്റെ മാത്രം ഫങ്ഷനിങ് അല്ല അവർ ചെയ്യണം. അതല്ലാതെ അവരെങ്ങനെയാണ് അലോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് എന്ത് ബേസിസിലാണ് ഓരോ ആൾക്കാർക്കും സെക്യൂരിറ്റീസ് അലോട്ട് ചെയ്യേണ്ടത്, അത് ഫൈനലൈസ് ചെയ്യുന്നത് സെബീൻ്റെ കൂടെ ഒരു കൺസൾട്ടേഷൻ വെച്ചിട്ടാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. അതേപോലെ അലോട്ട്മെൻറ്റ് ഓഫ് ഫണ്ട്സ്, എങ്ങനെയാണ് റീഫണ്ട് ഓർഡേഴ്സ് കൊടുക്കേണ്ടത്, ഇതെല്ലാം രജിസ്റ്റർ ടു എൻ ഇഷ്യൂവിൻ്റെ ഫങ്ഷനിങ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻ്റർമീഡിയറി ആണ്. മെയിൻ ഫങ്ഷൻസ് ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ റിസീവ് ആപ്ലിക്കേഷൻ ആൻഡ് വേരിയസ് കളക്ഷൻ സെൻറ്റേഴ്സ്. കുറേ കളക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, അവിടുന്ന് ആപ്ലിക്കേഷൻ ഫോം അവർ റിസീവ് ചെയ്യും. പിന്നെ അതുപോലെ റെക്കമെൻഡ് ചെയ്യും ഓൺ ദ ബേസിസ് ഓഫ് കൺസൾട്ടേഷൻ വിച്ച് ഷെയർസ് ആർ ടു ബി അലോട്ടഡ് ആൻഡ് ദേ അറേഞ്ച് ഫോർ ഡിസ്പാച്ചിങ് ഓഫ് ദ ഷെയർസ്. എങ്ങനെയാണ് അത് ഷെയർസ് ഒരു പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അത് അറേഞ്ച് ചെയ്തിട്ട് ഡിസ്പാച്ച് ചെയ്യുക. അതേപോലെ ഡീറ്റെയിൽസ് ഓഫ് ഷെയർ കളക്ഷൻ, എങ്ങനെയാണ് ഷെയർ ൻ്റെ പൈസ എങ്ങനെ കളക്ട് ചെയ്യുക, ആൻഡ് അതർ റിലേറ്റഡ് രജിസ്റ്റേഴ്സ് ടു ദ കമ്പനി. ഇങ്ങനത്തെ കുറേ ഫങ്ഷൻസ് അവർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ 4-5 മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. നെക്സ്റ്റ് ഇൻ്റർമീഡിയറി ആണ് 5th വൺ, ട്രാൻസ്ഫർ ഏജൻറ്റ്. ട്രാൻസ്ഫർ ഏജൻറ്റ് പറയുമ്പോൾ ഇറ്റ്സ് എ ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ ദാറ്റ് കീപ്സ് റെക്കോർഡ്സ് ഫോർ ദ കമ്പനി. നമ്മളുടെ കമ്പനിയുടെ എല്ലാ റെക്കോർഡ്സും വെക്കണ ഒരു ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡറാണ്. അതർ സർവീസസ് ലൈക്ക് ഇഷ്യൂയിങ് ഓഫ് സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ്സ്, മാനേജിങ് ലോസ്റ്റ് ഓർ സ്റ്റോളൻ സർട്ടിഫിക്കറ്റ്സ്, ട്രാൻസ്മിറ്റിംഗ് ഡിവിഡൻസ് റിപ്പോർട്ട്സ് എക്സെട്ര. ഇതെല്ലാമാണ് ട്രാൻസ്ഫർ ഏജൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ജോലി. അപ്പോൾ മെയിനായിട്ട് ഒരു റെക്കോർഡ് വെക്കണം. പിന്നെ ഏതെല്ലാം സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്തു, ഏതാണ് കാണാതെ ആയത്, അല്ലെങ്കിൽ സ്റ്റോളൻ, ലോസ്റ്റ്, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റിംഗ്, ആർക്കാണ് നമ്മൾ ആ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്ത്, ഡിവിഡൻസ് എത്രയാണ് പേ ചെയ്ത, റിപ്പോർട്ട്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് ട്രാൻസ്ഫറിങ് ഏജൻറ്റ്. മെയിൻ ഫങ്ഷൻസ് പറഞ്ഞാൽ മെയിൻറ്റെയിനിങ് ഓഫ് റെക്കോർഡ്സ്, ഡിവിഡൻഡ് പേയ്മെൻറ്റ്, എങ്ങനെയാണ് ഡിവിഡൻസ്, അതായത് രജിസ്ട്രാർ റെക്കോർഡ്സ് വെക്കുന്നത്, ഏതെല്ലാം ആൾക്കാർക്ക് ഡിവിഡൻഡ് കൊടുത്തു, അതേപോലെ റിപ്പോർട്ടിംഗ്, ആർക്കൊക്കെയാണ് ഡിവിഡൻഡ് കൊടുത്ത് അതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. അതേപോലെ ഹാൻഡ്ലിംഗ് ഓഫ് ഈവൻറ്റ്സ്, എങ്ങനെ മീറ്റിങ്സ്, അങ്ങനത്തെ മേജേഴ്സ്, ഇതെല്ലാം മീറ്റിങ്സ് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഒരു റിപ്പോർട്ട് വെക്കുന്നത്. അതേപോലെ ഹാൻഡ്ലിംഗ് വോട്ട്സ് ഫോർ ഷെയർ ഹോൾഡേഴ്സ്, ട്രാൻസ്ഫർ ഏജൻസീസ് ഫെസിലിറ്റേറ്റ് വോട്ട്സ് ബൈ സെൻഡിങ് പ്രോക്സി ഇൻഫർമേഷൻ ടു ഷെയർ ഹോൾഡേഴ്സ്. എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ കുറേ തീരുമാനങ്ങളും ഇതെല്ലാം പ്രോക്സി ഏജൻസ്, ഒരു പേഴ്സൺ ഇൻ പ്ലേസ് ഓഫ് ദെം, ദേ സെൻഡ് ഇറ്റ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. സോ അങ്ങനത്തെ കുറേ ഫങ്ഷൻസ്. സോ മെയിൻറ്റെയിനിങ് ഓഫ് റെക്കോർഡ്സ്, dividend payment, reporting, handling events and handling voters for shareholders. ഇതെല്ലാമാണ് ട്രാൻസ്ഫർ ഏജൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻസ്. ഇനി അടുത്തതാണ് ബ്രോക്കേഴ്സ് ടു എൻ ഇഷ്യൂ, ഇൻ്റർമീഡിയറീസ്. അടുത്തതാണ് ബ്രോക്കേഴ്സ് ടു എൻ ഇഷ്യൂ. അടുത്ത ഇൻ്റർമീഡിയറിയാണ് ബ്രോക്കേഴ്സ് ടു എൻ issue. Intermediaries that are responsible for procuring the subscription to the issue from the prospective investor are called as brokers to an issue. അതായത് they procure the subscription, ആർക്കാണ് ഈ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്രൊക്യൂർ ചെയ്യണ മെയിൻ ജോബാണ് ബ്രോക്കേഴ്സ് ടു എൻ ഇഷ്യൂ. ആരെല്ലാം ഈ ഒരു ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ അവർ പോയി കണ്ടെത്തി അത് പ്രൊക്യൂർ ചെയ്യുക പറഞ്ഞാൽ കണ്ടെത്തുക. അങ്ങനെ പ്രൊക്യൂർ ചെയ്യണ ഒരു മേജർ റോളാണ് brokers to an issue ഉള്ളത്. They provide a vital connection link between the prospective investors and the issuer. The person who is issuing the securities and the person who is investing. ഇവർ തമ്മിൽ ഒരു ലിങ്ക് കൊണ്ടുവരുന്ന മെയിൻ എയിമാണ് ഈ ബ്രോക്കേഴ്സ് ടു എൻ ഇഷ്യൂ. അപ്പോൾ ആരാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോണത്, ആരാണ് ഇഷ്യൂ ചെയ്യണത്, ഇവർ തമ്മിലൊരു ലിങ്കാണ് ബ്രോക്കേഴ്സ് ടു എൻ ഇഷ്യൂ. ബ്രോക്കേഴ്സ് ആണ്, നെയിം ഇറ്റ്സെൽഫ് സേസ് ബ്രോക്കേഴ്സ് പറഞ്ഞാൽ മിഡിൽ മെൻ ആണ്. സോ ദേ സ്റ്റാൻഡ് ആസ് എ മിഡിൽ മെൻ ബിറ്റ്വീൻ ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദ issuer. They assist in the speedy subscription of an issue. If there is an brokers to an issue, that means he finds out where is the investor and where is the issuer. If there is a broker, what will happen to the investment, there will be a speedy subscription. പെട്ടെന്ന് സബ്സ്ക്രൈബ്ഡ് ആവും, അതായത് പെട്ടെന്ന് എല്ലാ ഷെയർസും വിറ്റഴിക്കാൻ പറ്റും. അതേപോലെ അപ്പോയിൻമെൻറ്റ് ഓഫ് ബ്രോക്കേഴ്സ് ഇസ് however not compulsory unless permitted by stock exchange. So brokers to an issue compulsory അല്ല ഒരു ഫേമിന്. They can if they want, otherwise they cannot. It is only if the stock exchange permits the
the appointment of brokers of an issue, the company can appoint such people. This helps the investors to make the right choice of the company by making investors. ഗുണം എന്താ വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിന് റൈറ്റ് ചോയ്സ് ചെയ്യാൻ പറ്റും. അവരുടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതിൻ്റെ റൈറ്റ് ചോയ്സ് ഒരു കമ്പനി ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അത് റൈറ്റായിട്ട് അവർക്ക് കറക്റ്റ് ചോയ്സ് അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാമാണ് ബ്രോക്കേഴ്സ് ടു ആൻ ഇഷ്യൂ. അടുത്തതാണ് ഡിബെഞ്ചർ ട്രസ്റ്റി. ഡിബെഞ്ചർ ട്രസ്റ്റി ഈസ് എ പേഴ്സൺ ഹു സേഫ് ഗാർഡ്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യണ ഹോൾഡേഴ്സിനുള്ള ഒരു സേഫ് ഗാർഡിങ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അവരുടെ മെയിൻ ഫംഗ്ഷൻ. അതായത് ഡിബെഞ്ചർ ഹോൾഡ് ചെയ്യണ ചില ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ സേഫ് ഗാർഡ് ചെയ്യണ ഒരു മേജർ ഫംഗ്ഷനാണ് ഡിബെഞ്ചർ ട്രസ്റ്റീസ്. ആൻഡ് ദേ സെർവ് ആസ് എ ലയസൺ ബിറ്റ്വീൻ ദ ഇഷ്യൂവർ കമ്പനി ആൻഡ് ദ ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. ലൈക്ക് ബാങ്കേഴ്സ് ടു ആൻ ഇഷ്യൂ, ദേ ഫോം എ ലിങ്ക് ബിറ്റ്വീൻ ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദ ഇഷ്യൂവർ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇഷ്യൂവർ കമ്പനി ആൻഡ് ദ ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. ഇഷ്യൂ ഓഫ് അൺലിസ്റ്റഡ് സെക്യൂർഡ് ഡിബെഞ്ചേഴ്സ് ഓൺ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ബേസിസ് ടു എ സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, അവരുടെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് നോക്കണതാണ് മെയിൻ ജോബ് ഡിബെഞ്ചർ ട്രസ്റ്റീൻ്റെ. അപ്പോൾ ഡിബെഞ്ചർ ട്രസ്റ്റി ഷുഡ് ബി എ ഷെഡ്യൂൾഡ് ബാങ്ക്. എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെൻറ്റ്സ്? ഇറ്റ് ഷുഡ് ബി എ ഷെഡ്യൂൾഡ് ബാങ്ക് ക്യാരിങ് കമേഴ്ഷ്യൽ ആക്ടിവിറ്റി. ഷെഡ്യൂൾഡ് ബാങ്ക് ആവണം വിച്ച് ഡസ് ദ കമേഴ്ഷ്യൽ ആക്ടിവിറ്റി. ഇറ്റ് ഷുഡ് ബി എ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിതിൻ സെക്ഷൻ 4A ഓഫ് ദ കമ്പനീസ് ആക്ട്. പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഇഷ്യൂ ഇറ്റ് ഷെയർസ് ടു ദ പബ്ലിക്. അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവണം. ആൻഡ് ഇറ്റ് ഷുഡ് കം അണ്ടർ ദ സെക്ഷൻ 4A ഓഫ് കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 4A റിക്വയർമെൻറ്റ്സ് അത് ഫുൾഫിൽ ചെയ്യണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ആൻ ഇൻഷുറൻസ് കമ്പനി, എ ബോഡി corporate. It should be a corporate body also. But debentures trustees ആവണമെങ്കിൽ ചില ഫോർമാലിറ്റീസ് അവർ ഫോളോ ചെയ്യണം. ഇറ്റ് ഷുഡ് ബി എ ഷെഡ്യൂൾഡ് ബാങ്ക്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി അണ്ടർ ദ കമ്പനീസ് ആക്ട്, ദാറ്റ് ഇസ് സെക്ഷൻ 4A അണ്ടറിൽ. പിന്നെ ഇറ്റ് ഷുഡ് ബി എൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് ഓൾസോ എ കോർപ്പറേറ്റ് ബോഡി. സോ ഡിബെഞ്ചർ ട്രസ്റ്റീസ് പറഞ്ഞ ഒരു ഇൻ്റർമീഡിയറി മെയിനായിട്ട് ഡിബെഞ്ചർ ഹോൾഡേഴ്സിനെ ഫെസിലിറ്റേറ്റ് അല്ലെങ്കിൽ അവരുടെ സർവീസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തൊരു ഇൻ്റർമീഡിയറി ആണ്. They are a link between the debenture trustee, debenture holder as well as the issuer, and they have to follow certain formalities. They should be an insurance company, they should be a commercial organization, a commercial bank, and it should also have been mentioned, it should be a part of the section 4A act of the Companies Act, and it should be a corporate body. Next intermediaries, that is the 8th one, is portfolio manager. Now what is a portfolio manager? Portfolio പറഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് ഷെയർസും സെക്യൂരിറ്റീസ് ഒക്കെ ഉള്ള ഒരു കമ്പനീൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു പേഴ്സണാണ് പോർട്ട്ഫോളിയോ മാനേജർ. So the investors invest their money into portfolio managers' investment policy for future fund growth, such as retirement fund, endowment fund, education fund, or other purposes. അപ്പോൾ portfolio manager പറയുന്ന different investment policies ഉണ്ട്. Retirement fund, at the time of retirement they get the entire amount. Endowment fund, once they invest they get it fully at the last. And then education fund for the purpose of their children, അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ചില ഫണ്ട്സ് ഉണ്ടാവും, and other purposes. So portfolio managers work with a team of analysts, researchers, and are responsible for establishing an investment strategy, selecting appropriate investment. എവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അതെല്ലാം പറഞ്ഞു കൊടുക്കണ ഒരു ടീം ഓഫ് മാനേജേഴ്സ് ആണ് പോർട്ട്ഫോളിയോ മാനേജേഴ്സ്. ആൻഡ് ഹൗ ക്യാൻ ദേ ഇൻവെസ്റ്റ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ദ ബെസ്റ്റ് ഫോർ ദ suitable for the norms is known as portfolio managers. Then what is the rules that is he has to follow is that he is required to register with SEBI rules regulation 1993. They act only as portfolio managers. They should be under the rules and regulations of 1993 of the SEBI, and all merchant bankers in the category 1 and 2 can act as portfolio managers. അപ്പോൾ merchant bankers പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 2 തരം കാറ്റഗറി ഉണ്ട്, അവർക്കും പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ആ ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ വാട്ട് ആർ ദ ഈ ഒരു കുറേ തരം ഇൻ്റർമീഡിയറീസ് നമ്മൾ കണ്ടു. ഓൾമോസ്റ്റ് 8 ഇൻ്റർമീഡിയറീസ്
ഇൻ്റർമീഡിയറീസ് കണ്ടു. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു റോൾ എന്താ വെച്ചാൽ ദേ ആർ ക്രൂഷ്യൽ ഇൻ ദ പ്രൈമറി മാർക്കറ്റ്. ദേ ആർ മേജർ ഇൻ്റർമീഡിയറീസ് ഇല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് ഇത്ര ഈസി ആയിട്ട് അവർ ക്യാപിറ്റൽ ഫോർമേഷന് സഹായിക്കാൻ പറ്റില്ല. അവർ വെരി ഇമ്പോർട്ടൻറ്റ് റോളാണ്. എന്താ വെച്ചാൽ അവരൊരു ലിങ്കാണ് ബിറ്റ്വീൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദ ഇൻഷുവേഴ്സ് ആൻഡ് ദേ ടെൽ അബൌട്ട് ദ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്. ഇപ്പോൾ മെർച്ചൻറ്റ് ബാങ്കേഴ്സ് ആയാലും അണ്ടർ റൈറ്റേഴ്സ് ആയാലും ബാങ്കേഴ്സ് ടു ആൻ ഇഷ്യൂ ഇവരെല്ലാവരും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈമറി മാർക്കറ്റ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ കുറേ റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും സെബീൻ്റെ അണ്ടറിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ നോംസ് ഒക്കെ ഈ അണ്ടർ റൈറ്റേഴ്സ് ഫോളോ ചെയ്യണം. പിന്നെ അതുമല്ല നമ്മൾ കുറേ സ്ഥലത്ത് പറഞ്ഞു ദേ ഷുഡ് ഹാവ് എ ഗുഡ് കോഡ് ഓഫ് കണ്ടക്ട്. അപ്പോൾ നല്ലൊരു കോഡ് ഓഫ് കണ്ടക്റ്റും അതേപോലെ ദേ ഷുഡ് നോട്ട് ഗോ ഇൻ ടു അൺഫെയർ പ്രാക്ടീസസ്. ദേ ഷുഡ് നോട്ട് ഹാവ് എനി അതർ ഫീസ് അതർ ദാൻ വാട്ട് ഇസ് സെഡ് അണ്ടർ ദ സെബി റൂൾസ്. അങ്ങനത്തെ കുറേ റിക്വയർമെൻറ്റ്സ് അവർ ഫോളോ ചെയ്യണം. ഓൺലി ഇഫ് ദേ ഫോളോ such requirements will the primary market function smoothly, and we know that primary market is the basis for further secondary market. So investment will not be possible unless there's a good primary market is the initial investment source. So primary market in the base correct ആയിട്ട് ഒരു നേഷനിൽ ഉണ്ടെങ്കിൽ only then secondary market will function efficiently. Therefore primary market is an important market and the intermediaries in it are also important. So we can see that presence of a good primary market will lead to a good, capital formation, though the presence of these intermediaries make it a complex, make the primary market a complex, because before issuing shares we have to look into all these intermediaries like underwriters. We have to look into their rules and regulations and then only pass any issue. But still the presence of such intermediaries help in the smooth flow of capital formation. But the thing is that they should be under the good rules and regulations of the SEBI, and they should do according to the regulatory framework. Only then will a primary market be successful in a country. So there can be a question on what is a primary market, who are the intermediaries in primary market. It can come as an essay question or a short essay. അടുത്തതാണ് വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ലോ പെർഫോമൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റ്. അത് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഈ ഇൻ്റർമീഡിയറീസ് എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു.